നമ്മളുണ്ടല്ലോ എത്രമാത്രം നമ്മൾ ഒരു വീഡിയോന് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്താലും ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാർ ഒരു പ്രത്യേക കണ്ടന്റ് വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഇതിൽ വരുന്നത് മൊത്തം ഒരു ഒളിച്ചോട്ട സീനാണ്. ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. ഒന്ന് രണ്ട് ആൾക്കാരുടെ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസ് ഒരു 1-2 വർഷം മുമ്പ് ഒരാളുടെ റിയാക്ഷൻ വീഡിയോ കാണാനിടയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നല്ല കണ്ടന്റ് നല്ലൊരു കാര്യമാണല്ലോ പറയുന്നതെന്ന് വിചാരിച്ച് ഞാനത് സബ്സ്ക്രൈബ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ വന്നെന്താന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നു. ആ സമയത്ത് അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഏതോ ഒരു പരദൂഷണം ടൈപ്പ് വീഡിയോ ഇട്ടു. പക്ഷെ അയാൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ എനിക്ക് കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് വരുന്നുണ്ട് ഇതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്, എനിക്ക് ഇടാൻ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞ് അവര് ഒരു പരദൂഷണം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ഒരു 2-3-4 വീഡിയോ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ഈ റിയാക്ഷൻ യൂട്യൂബേഴ്സിന്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ പരദൂഷണമാണ്. പരദൂഷണം എന്ന് പറഞ്ഞാൽ ഒരു മാതിരി പരദൂഷണം. അപ്പോൾ ഒരു കുറച്ചൊരു ഉളുപ്പ് വേണ്ടേ നമുക്കൊരു ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ. അത് ഇന്നിപ്പോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വന്ന ഒരു ഇതാണ് ഒളിച്ചോട്ടത്തിൻ്റെത്. അപ്പൊ ഞാൻ എന്താ സംഭവം എന്ന് പറയാൻ വേണ്ടി അറിയാതെ എൻ്റെ മൈൻഡ് എന്താണെന്ന് അറിയണമെന്നൊരു ക്യൂരിയോസിറ്റി തോന്നി. അങ്ങനെ കുറെ വന്നപ്പോൾ ഞാൻ ഒരാളുടെ വീഡിയോ എടുത്ത് നോക്കി. അപ്പൊ അതിലൊരു CCTV ദൃശ്യം കണ്ടു. അപ്പൊ ഇത് കാണുമ്പോൾ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത്, ഇതിങ്ങനെ വൈറലാക്കിയിട്ട് യൂട്യൂബ് വഴി ഇങ്ങനെ സ്പ്രെഡ് ആയാൽ ഇത് പോയതൊരു പെൺകുട്ടി പോയതൊരു പയ്യന്റെ അടുത്തേക്ക് ഈ 3 ആൾക്കാർ കൂടാതെ ഇവരുടെ ഫാമിലിയിലെ ഈ പെൺകുട്ടിയുടെ സിബ്ലിങ്സ് ആവട്ടെ, ഈ പയ്യന്റെ സിബ്ലിങ്സ് ആവട്ടെ, പാരന്റ്സ് ആവട്ടെ, ഇങ്ങനെ എത്ര ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവം ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കി വൃത്തികെട്ട റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുമായിരിക്കും. പക്ഷെ ആ ഒരു വലിയൊരു ഫാമിലി അതിന്റെ ബാക്കിലില്ലേ, അപ്പൊ അവർക്കൊക്കെ എത്രമാത്രം ഇത് എഫക്റ്റ് ആവുന്നുണ്ടാവും. ഇതൊന്നും ആലോചിക്കുന്നില്ല. പൈസക്ക് വേണ്ടി ഇങ്ങനെ ബാക്കിയുള്ളവരുടെ വീഡിയോ ഇടുന്നത് ഭയങ്കര വൃത്തികെട്ട് ചീഞ്ഞ നാറിയ സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇവർ വീഡിയോ ചെയ്യുന്നത്, ഒരു മിനിറ്റ് ഞാൻ കാണിക്കാം. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം ഞാൻ 2 റിയാക്ഷൻ യൂട്യൂബേഴ്സിന്റെ 2 ആൾക്കാരെ എനിക്കറിയാം. 2 അല്ല 3-4 ആൾക്കാരെ എനിക്കറിയാം. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ ഒരാളുടെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ടോപ്പിക്ക് എന്തൊക്കെയാണിത്. ഒളിച്ചോട്ടം വീഡിയോ 16 മിനിറ്റ് 180K വ്യൂസ്. ഇതായിരുന്നു സത്യം. ഒളിച്ചോട്ടം 20 മിനിറ്റ് വീഡിയോ 200K വ്യൂസ്. അശ്വിന്റെ വീട്ടുകാരുടെ ദിയ അങ്ങനെ എന്തോ ദിയ കൃഷ്ണ, അതിന്റെ വീഡിയോ 23 മിനിറ്റ്. ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ബുദ്ധിജീവി പറയുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് പറയും. ഈ പറയുന്ന ഇയാളുടെ വിചാരം എന്താണെന്നറിയോ, ഇയാളാണ് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ പെർഫെക്റ്റ് ആയി നിൽക്കുന്ന ആള്, ബാക്കിയുള്ളവരൊക്കെ വെറും കൂറുകളാണെന്നാണ്. ഇത് കേൾക്കുന്ന ഒരു വിഭാഗം, അതായത് ഒരു ബോധമില്ലാത്ത, ചിന്തിക്കാൻ തല പ്രവർത്തിക്കാൻ ഇഷ്ടമല്ലാത്തൊരു വിഭാഗം ആൾക്കാർ ഇവർ പറയുന്നതിന് വിശ്വസിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവർ പിന്നെയും നെഗറ്റീവിലോട്ട് ഇങ്ങനെ പോവുകയാണ്. നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്ക് പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യാമല്ലോ. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. 1-2-3 ആൾക്കാരുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ റിയാക്ഷൻ യൂട്യൂബേഴ്സും എല്ലാ ആൾക്കാരൊക്കെ രേണു സുധിയെ തെറി വിളിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അതിനിപ്പോ നമ്മളെന്തിനായി ഇതിന്റെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് പോയിട്ട് ഇങ്ങനെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന്. അവർക്ക് ജീവിക്കാൻ കാശ് വേണം. അപ്പൊ എന്ത് ചെറ്റത്തരം കാണിച്ചാലോ അല്ലെങ്കിൽ തെറ്റത്തരം കാണിച്ചാലോ അത് നല്ലതായാലോ നമ്മളത് എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളത് ഇഗ്നോർ ചെയ്ത് നമ്മളെ പണി നോക്കി നമ്മൾ മുമ്പോട്ട് പോകാം. അപ്പൊ ഞാൻ ഈ 2K ഫോളോവേഴ്സിനെ വെച്ച് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന ഒരു 10-20 ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പോസിറ്റീവ് മാത്രമേ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. എൻ്റെ വീഡിയോ ഏതെടുത്താലും നിങ്ങൾക്ക് തോന്നും എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ അതിലൂടെ സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നുള്ളൂ. എന്തിനാണ് മറ്റൊരാളെ പരദൂഷണം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? ഞാനിപ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേട്ട് ഓക്കെ ഇങ്ങനെയാണ് സംഭവം, ഓക്കെ ഇത് ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റാം. അങ്ങനെയല്ലാതെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനല്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ നമ്മൾ എന്തെങ്കിലും അനീതിക്കെതിരെ, അതായത് നല്ലൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാന്നല്ലാതെ എന്തിനാണ് ഈ പരദൂഷണത്തിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ വേറൊരാളുണ്ട്, ഹാനാകൃഷ്ണയുടെ ഫാമിലിനെ തെറിവിളിക്കുന്നതാണ് മെയിൻ ഹോബി എന്ന് തോന്നുന്നു ആ വ്യക്തിയുടെ. ഇവർക്കൊക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഏകദേശം ഒരു ചാനലിൽ പോരാഞ്ഞിട്ടാണെന്ന് അറിയില്ല. ലൈഫ് ഓഫ് ഇതന്നെ 10 മിനിറ്റ് ഒരു ദിവസം ഈ ചാനൽ എനിക്കൊന്ന് 2 ചാനലിലും മാറിയാണ് കണ്ടന്റ് ഇടുന്നത്. ഇപ്പൊ ഈ ഒളിച്ചോട്ടം. അപ്പൊ അതിനു മുമ്പ് കുറെ ഇട്ടിട്ടുള്ളതൊക്കെ ഞാൻ നോക്കുന്നത് അമ്മൂമ്മ പൊട്ടിത്തെറി
അമ്മൂമ്മയെ പച്ചത്തെറി വിളിക്കുന്ന അഹാനയുടെ മെസ്സേജ് പൊട്ടിക്കരഞ്ഞ അമ്മൂമ്മ വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു അന്നു നിർത്തി ആ ബന്ധം. ഇതൊക്കെ ഈ അഹാന കൃഷ്ണയുടെ ഫാമിലിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, പേഴ്സണലി തോന്നുന്നത്, ഈ അഹാന കൃഷ്ണ ആയാലും ദിയ കൃഷ്ണ ഇവരുടെ ഫാമിലി ആയാലും ഏതൊരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ, കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ എടുത്താലും അവർ ചെയ്യുന്നതിൻ്റെക്കാളും എത്രയോ വൃത്തികെട്ട പരിപാടി. അവർ ചെയ്യുന്ന വൃത്തികേടല്ല, അവരുടെ പേഴ്സണൽ ലൈഫ് വെച്ച് കാണിക്കുന്നു. ഇഷ്ടമുള്ളവർ കാണുന്നു, കാണാത്തവർ കാണുന്നില്ലെങ്കിൽ കാണണ്ട. അവർ പൈസ ഉണ്ടാക്കുന്നു. അവരുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കാണുന്നവർ കാരണം അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, കിട്ടിക്കോട്ടെ, അതിലെന്താണ് തെറ്റുള്ളത്? പക്ഷേ ഈ റിയാക്ഷൻ യൂട്യൂബേഴ്സ് ചെയ്യുന്ന എന്താ, ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്ത് അവരുടെ വീട്ടിലത്തെ ഒളിച്ചോട്ടായാലും അല്ലെങ്കിൽ ഫാമിലി കോൺഫ്ലിക്റ്റ് ആയാലും ഇതൊക്കെ എടുത്ത് ചീഞ്ഞ് നാറിയ സ്വഭാവമാണ് ഈ റിയാക്ഷൻ യൂട്യൂബേഴ്സ് കാണിക്കുന്നത്. ഇവർക്ക് എന്ത് അർഹതയാണ് ഈ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ തെറി വിളിക്കാനുള്ളത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ തെറി വിളിക്കാനുള്ള, അല്ലെങ്കിൽ അവരെ റിയാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു അർഹത ഈ റിയാക്ഷൻ യൂട്യൂബേഴ്സിന് വേണ്ടേ? ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയാണ് ആദ്യം പറയേണ്ടത്. ഒരു വിഭാഗം ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ ഒരു പണിയില്ലാത്തവരായിരിക്കും ഇവരുടെ ഈ വീഡിയോ കാണുന്നത്. എനിക്കറിയില്ല എത്ര ആറ്റിറ്റ്യൂഡിലുള്ളവരാണെന്ന്. ഞാൻ മിക്കവാറും ഇപ്പോൾ ഏതെങ്കിലും ഒരു നല്ല വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഈ നോട്ടിഫിക്കേഷൻ വരും. എനിക്ക് തോന്നുന്നു മലയാളം വീഡിയോസ് കാണുന്നവർക്കാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇങ്ങനെയുള്ള വീഡിയോ എന്തെങ്കിലും മലയാളം റിലേറ്റഡ് വീഡിയോ കാണുന്നവർക്കാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് അവർ ഈ ഒളിച്ചോട്ട സീൻ അറിഞ്ഞു ഇന്നിപ്പോ ഈ നിമിഷം വരെ അറിയാത്ത ആൾക്കാരാണ് ഈ ഒളിച്ചോട്ടം പരിപാടി. കാരണം ഈ ന്യൂസ് ചാനൽ മാത്രം ഫോളോ ചെയ്യുന്നവർക്ക് അധികം ഇങ്ങനെയുള്ളൊന്നും വരില്ല. ചിലപ്പോൾ ഈ ട്രോൾസ് നോക്കുന്നവരാട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള വ്ളോഗ്സ് ഒക്കെ നോക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ ഈ ഒളിച്ചോട്ടം മാതിരിയുള്ള റിയാക്ഷൻ യൂട്യൂബേഴ്സിന്റെ വീഡിയോ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി, നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ഈ നീറ്റിന്റെ സമരം ഉണ്ടായ സമയത്ത് അതിനെ കുറിച്ചൊന്ന് വൈറലാക്കാനൊക്കെ എത്ര കുട്ടികളായിട്ടുള്ള കോളേജ് സ്റ്റുഡൻസ് ഒക്കെയാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ ഇട്ട് വൈറലായിട്ടുള്ളത്. അതൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്നവരാണ്. പിന്നെ എന്തൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ സാധനം കാണിക്കുന്നതിൽ എനിക്ക് വലിയ തെറ്റൊന്നും കാണുന്നില്ല. അതായത് എൻ്റെ അല്ല ഞാൻ പറയുന്നത്, പുറത്തുള്ള ആർക്കെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫ് കാണിക്കണം, അതുവഴി ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അവരത് ചെയ്തോട്ടെ. അതിൽ എനിക്കൊരു തെറ്റും കാണുന്നില്ല. അത് ഇഷ്ടപ്പെട്ടവരല്ലേ കാണുന്നവർ കാണട്ടെ, കാണാത്തവർ കാണണ്ട. ഇത് കാണുന്നതല്ല പ്രശ്നം. ഈ കാണുന്നതിന് റിയാക്ട് ചെയ്ത് അതിനെ നെഗറ്റീവ് ഇങ്ങനെ മാക്സിമം സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇവർക്ക് ഹേറ്റേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഹാന കൃഷ്ണയുടെ ഫാമിലിയാണ്. അവരുടെ ഫാമിലി ഇഷ്യൂസ് അല്ല, അവരുടെ ഫാമിലി നടക്കുന്ന ഓരോ നല്ല മൊമെന്റ്സ് ആണ് അവരുടെ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള നെഗറ്റീവ്സ് കണ്ടുപിടിച്ച് ചകഞ്ഞ് പോയി അമ്മൂമ്മയെ തെറി വിളിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അവർ തെറി വിളിച്ചല്ല പ്രശ്നം, അതിലെടുത്ത് റിയാക്ഷൻ യൂട്യൂബേഴ്സാണ് ഇതിന് ഇത്രയും പ്രശ്നമാക്കുന്നുള്ളത്. ഇപ്പൊ പേളിമാണിയുടെ കേസായാലും രഞ്ജിനി ഹരിദാസിന്റെ കേസായാലും, അല്ലെങ്കിൽ ഇപ്പൊ അഖിൽ മാരാർ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ മിനിസ്റ്റേഴ്സിന്റെ കേസ് എടുത്താലും പൊളിറ്റിക്സിന്റെ കേസ് എടുത്താലും ഓരോ കേസ് എടുത്താലും ഇതിനെ വൈറലാക്കുന്നത് ഈ റിയാക്ഷൻ യൂട്യൂബേഴ്സ് ആണ്. ഒരു സാധാരണ ഇപ്പൊ എന്റെ വീടിന്റെ ചുറ്റുപാട് എടുത്താൽ എത്ര ഒളിച്ചോട്ടം നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എത്ര ഗ്രാൻഡ്മ പിള്ളേര് തമ്മിലുള്ള പ്രശ്നം നടക്കുന്നുണ്ടാവും, എത്ര മുത്തശ്ശിമാര് ഇങ്ങനെ പ്രശ്നങ്ങളാക്കുന്നുണ്ടാവും. അത് പിന്നെന്താ, എത്ര ആൾക്കാർ BJP സപ്പോർട്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മളിപ്പോ യൂട്യൂബിലിട്ട് കണ്ടന്റ് ആക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ഇതൊക്കെ എടുത്ത് ഇത്രക്കുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ഞാൻ കണ്ട വേറെ സംഭവമാണ്, ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ടുള്ള എന്തോ ഇഷ്യൂ എന്നും പറഞ്ഞ് കാണിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡിന്റെ പാരൻസിന് റിസോർട്ട് പോയി അവിടെ ട്രീറ്റ് കൊടുക്കുന്നത്, വെഡിങ് ആനിവേഴ്സറി എന്തോന്ന് പറഞ്ഞു. ഞാനത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പരിപാടിയാണല്ലോ അവൾ ചെയ്തതെന്ന്. പക്ഷെ പറയുന്നത് അവൾക്ക് അവളുടെ ഇൻലോസിനെ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് വീഡിയോ സ്പ്രെഡ് ചെയ്യുന്നു നെഗറ്റീവായിട്ട്. ഈ കാണുന്ന ഈ റിയാക്ഷൻ യൂട്യൂബേഴ്സൊക്കെ എന്ത് തേങ്ങയാണ് സ്വന്തമായിട്ട് ചെയ്യുന്നത്? ഇവരുടെ വിചാരം ഇവർ ഇത്രയും ഹൈറ്റിൽ നിന്ന്, അതായത് മിസ്റ്റർ പെർഫെക്റ്റ് എന്നുള്ള റോളിൽ നിന്ന് ഇങ്ങനെ നിന്ന് പുച്ഛാണ്. എന്താ പറയാണ്, എനിക്കിത് ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, എന്നാൽ കുറെ ആൾക്കാർ കമന്റിലൂടെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പരദൂഷണം പറയുന്നത്. ഇവർക്ക് പൈസ കിട്ടുന്നത്, പക്ഷെ അവർ പരദൂഷണം പറഞ്ഞ് പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കുന്നവരുടെ മാനസികാവസ്ഥ 5 പൈസ കിട്ടുന്നില്ല നമുക്ക് കാണുമ്പോൾ, ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. നമ്മളൊരു കാണുന്ന കണ്ടന്റ് കാരണം നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു നമ്മളിങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളൊരു
എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല ഇവരുടെ വീഡിയോ നോക്കിയാൽ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കാണുന്നുണ്ടായിരുന്നു, എന്താ സംഭവം എന്ന് അറിയണം വേണ്ടി ഞാൻ അതിങ്ങനെ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ CCTV ക്യാമറ കണ്ടേ. ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എൻ്റെ മനസ്സിൽ മൊത്തം പോയത് ഇവരുടെ മാനസികാവസ്ഥയാണ്, ഇത് കാണുന്നവരുടെ, അല്ലെങ്കിൽ ഇത് കണ്ടന്റ് ആക്കി യൂട്യൂബിൽ ഒരു CCTV ദൃശ്യം ഇടാൻ കാണിച്ച അവരുടെ ആ മനസ്സ്, ആ ചീഞ്ഞ മനസ്സാണെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവിനെ, നമ്മുടെ ഇപ്പോഴത്തെ നാടൻ ഒരുപാട് നല്ല ബ്യൂട്ടി സീൻസ് ഒക്കെ കാണിക്കുന്നവരുണ്ട്, കടല്, പ്രകൃതി, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ച് നല്ല പാട്ടൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, അവരവരുടെ വീട്ടിലുള്ള ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് നല്ല മലയാളം മെലഡീസ് ഒക്കെ വെച്ച്, അല്ലെങ്കിൽ കുറേ ബിസിനസ് എന്റർപ്രണേഴ്സ് ഉണ്ട്, അവരവരുടെ സക്സസ് സ്റ്റോറീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള മോട്ടിവേഷൻ തരുന്ന, അല്ലെങ്കിൽ ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ. ഇതൊന്നും കാണാതെയാണ് ഈ പരദൂഷണം വീഡിയോസിന് മാക്സിമം വ്യൂസ് കിട്ടുന്നത്. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കാണാൻ ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ ഞാൻ വിചാരിക്കാറുണ്ട്, എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യൂ കിട്ടും, അല്ലാതെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇതാർക്കും കാണണ്ട. ആൾക്കാർക്ക് ഇങ്ങനെ വീട്ടിൻ്റെ അകത്ത് എന്ത് നടക്കുന്നു, എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, ഇതിങ്ങനെ സെർച്ച് ചെയ്ത് പോകാനാണ് താല്പര്യം. അപ്പൊ ഇങ്ങനെ കാണുന്നിടത്തോളം കാലം ഈ ആൾക്കാർ, ഈ റിയാക്ഷൻ യൂട്യൂബേഴ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു വീഡിയോ. ഇത് കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ തല യൂസ് ചെയ്ത് ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ട് വരും. നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോ നോക്കുന്നത്, ഇൻസ്റ്റാഗ്രാം റീൽ നോക്കുന്നത് പോസിറ്റീവായിട്ട് നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് കാണാൻ വേണ്ടി, പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. മാക്സിമം നമ്മൾ കാണുന്ന സമയത്തെങ്കിലും ഓക്കെ ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ, പരദൂഷണാണോ, അല്ലെങ്കിൽ ചള്ള് വീഡിയോ ആണോ എന്ന് നോക്കിയിട്ടെങ്കിലും കണ്ടന്റ് കാണുക. ഇത് കാണുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്നെങ്കിലും മിനിമം ഏതെങ്കിലും ഒരു 10 ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയാൽ അത് നമ്മുടെ ഒരു സക്സസ് ആണ് അല്ലേ. അപ്പൊ അങ്ങനെ ആ ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയും ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.